ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മൾ ക്രിസ്മസ് സീസണിലേക്ക് കയറുകയാണ്. ഈ ക്രിസ്മസ് സീസൺ ആയാൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് സാന്താക്ലോസിൻ്റെ രൂപങ്ങൾ. സാന്താക്ലോസ് ക്രിസ്മസ് പപ്പ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചിലപ്പോൾ ആൾക്കാരെ കുട്ടികൾ, ചിലപ്പോൾ മുതിർന്നവർ, പിന്നെ കടകളിലൊക്കെ ഈ സാന്താക്ലോസിൻ്റെ രൂപം, വസ്ത്രം ഒക്കെ കാണും. വാസ്തവത്തിൽ ഒരു വിശുദ്ധനാണ് ഈ സാന്താക്ലോസ്. ഇപ്പം നമ്മൾ കാണുന്ന പല രൂപങ്ങളും, പ്രത്യേകിച്ചും ഇന്ത്യയിൽ പല കാണുന്നൊക്കെ ഈ ഏതോ കൊക്കക്കോളയുടെ പരസ്യത്തിൽ വന്ന ഒരു സാന്താക്ലോസ് ആണ്. ശരിക്കും ഉള്ളത് വിശുദ്ധ നിക്കോളാസ് ആണ്. യൂറോപ്പിൽ പല പള്ളികളിലും സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ നിക്കോളാസ് ആണ്. വിശുദ്ധ നിക്കോളാസ് അദ്ദേഹത്തിൻ്റെ വേഷമായിട്ടാണ് വരിക. അതൊരു വിശുദ്ധിയുടെ ഭാവമാണ്. വിശുദ്ധ നിക്കോളാസ് എന്ന് പറയുന്ന വിശുദ്ധനാണ് വാസ്തവത്തിൽ ഈ സാന്താക്ലോസ് ആയിട്ട് വരുന്നത്. ഏഷ്യ മൈനറിലുള്ള, ഇപ്പോഴത്തെ തുർക്കിയിലുള്ള മീറായിലെ മെത്രാനായിരുന്നു നിക്കോളാസ്. അതുകൊണ്ട് തന്നെ മെത്രാൻ്റെ തൊപ്പിയെല്ലാം വെച്ച്, മെത്രാൻ തൊപ്പിക്ക് പകരമാണ് ഈ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന തൊപ്പി വെച്ചിട്ട്, ഇപ്പോൾ ഈ ബോൺ നഥാലൊക്കെ തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ രൂപതയിൽ നടത്തിയപ്പോൾ ഞാൻ പറയുക, ഈ നിക്കോളാസിൻ്റെ രൂപം ആയിട്ട് വന്നാൽ നന്നായി. വിശുദ്ധ നിക്കോളാസിൻ്റെ ഈ സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ കൊക്കക്കോളയുടെ പരസ്യത്തിലെ അതല്ലാതെ വിശുദ്ധ നിക്കോളാസിൻ്റെ രൂപം. ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്പിൽ അങ്ങനെയാണ് വരുന്നത് മിക്കവരും. ഇപ്പോൾ ഒരു ചിലയിടത്തൊക്കെ സാന്താക്ലോസിൻ്റെ രൂപങ്ങൾ അത് മാറി വരുന്നുണ്ട്. നിക്കോളാസ് ആണ് വിശുദ്ധ നിക്കോളാസ്. മെത്രാനായിരുന്നു. അപ്പോൾ മെത്രാൻ തൊപ്പിയൊക്കെ വെച്ച്, നല്ല താടിയൊക്കെ വെച്ച്, നല്ല ഈ കൊക്കക്കോളയുടെ പരസ്യം പോലെ അങ്ങനത്തെ അല്ല, നല്ല നല്ല വിശുദ്ധൻ്റെ തേജസ്സുള്ള ഒരു രൂപമായിട്ടാണ് സാന്താക്ലോസ് വരുന്നത്. ഈ മീറ എന്ന് പറഞ്ഞ സ്ഥലത്തെ, ഇപ്പോഴത്തെ തുർക്കിയിലെ, അന്നത്തെ ഏഷ്യ മൈനറിലെ മെത്രാനായിരുന്നു ഇദ്ദേഹം. രഹസ്യത്തിൽ വന്ന് സമ്മാനം വെച്ചിട്ട് പോവുക ഒരു നിക്കോളസിൻ്റെ പതിവായിരുന്നു. അതിൽ നിന്നാണ് ഈ ക്രിസ്മസ് സമ്മാനവുമായിട്ട് വരുന്ന അപ്പൂപ്പന് ഈ രൂപം കിട്ടുന്നത്. അതായത് കുട്ടികൾക്കൊക്കെ വന്നിട്ട് ഇച്ചിരി മിഠായി വെച്ചിട്ട് മെത്രാൻ ചങ്ങ് പോകും. അങ്ങനെ രഹസ്യമായിട്ട് വന്നിട്ട് മിഠായിയോ ചില രൂപങ്ങളോ ചില സമ്മാനങ്ങളൊക്കെ വെച്ചിട്ട് പോകും. അതിൽ നിന്നാണ് ക്രിസ്മസ് പപ്പ എന്നുള്ള ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമുക്ക് ചില സമ്മാനങ്ങൾ തരിക എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് പകരം ഈ കരോളുമായിട്ട് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കൊണ്ടുപോകുക എന്നുള്ളതായിട്ട് മാറി. അങ്ങനെയല്ല വാസ്തവത്തിൽ ഈ നിക്കോളാസ് വിശുദ്ധൻ ചെയ്തിരുന്നത്. കുട്ടികളുടെ വിശുദ്ധനാണ് നിക്കോളാസ്, സമ്മാനങ്ങളുമായി വരുന്ന വിശുദ്ധൻ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. പശ്ചാത്തപിക്കുന്ന കള്ളന്മാരുടെ സ്വർഗീയ മധ്യസ്ഥൻ നിക്കോളാസ് തന്നെയാണ്. കത്തോലിക്കർ, ആംഗ്ലിക്കൻസ്, ലൂതറൻസ്, മെത്തഡിസ്റ്റുകൾ, പ്രസ്ബിറ്റേറിയൻസ്, ഓർത്തഡോക്സ് സഭകൾ, ഇങ്ങനെ മിക്ക ക്രൈസ്തവ വിഭാഗങ്ങളും അദ്ദേഹത്തെ വിശുദ്ധനായി വണങ്ങുന്നു. വ്യാപാരികൾ, അമ്പെയ്ത്തുകാർ, വീഞ്ഞുണ്ടാക്കുന്നവരൊക്കെ അവരുടെയൊക്കെ ഒരു പാലക പുണ്യാളനായിട്ടാണ് ഈ നിക്കോളാസിനെ കാണുന്നത്. ഇപ്പോഴത്തെ തുർക്കിയിലുള്ള പത്താർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പൻ്റെ പേര് എപ്പിഫാനീസ് എന്നായിരുന്നു, അമ്മ യോവന്ന. ചെറുപ്പം മുതലേ ബുധനും വെള്ളിയും ഉപവസിക്കുമായിരുന്നു. 312, 315 കാലയളവിൽ വിശുദ്ധ നാട്ടിലും ഈജിപ്തിലും തീർത്ഥാടകനായിട്ട് പോയി. ഇസ്രായേലിൽ ബേത്ലഹേമിലെ ഗുഹയിൽ കുറേ നാൾ താമസിച്ചു. 317 തുർക്കിയിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ മീറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മെത്രാനായി നിയമിച്ചു. ഡയക്ലഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആയതോടെ തടവിൽ നിന്ന് പുറത്തു വന്ന നിക്കോളാസ് 325 നിക്യ സൂനോദസിൽ പങ്കെടുത്തു. നിക്യ സൂനോദസിൻ്റെ 1700-ാം ജൂബിലിയാണ് 2025 അടുത്ത കൊല്ലം. പങ്കെടുത്തവരുടെ ഈ നിക്യ സൂനോദസിൽ പങ്കെടുത്തവരുടെ പട്ടികയിൽ 151-ാമനായിട്ട് നിക്കോളസിൻ്റെ പേര് കാണാം. ലിസിയയിലുള്ള മീറായിലെ നിക്കോളസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആര്യൻ പാഷാണ്ഡതയ്ക്കെതിരെ രൂക്ഷമായി സംസാരിച്ചപ്പോൾ ദേഷ്യം വന്ന ആരിയൂസ് നിക്കോളസിന്റെ മുഖത്തടിച്ചു. നിക്കോളസിനെ കുറിച്ച് വിശുദ്ധ മെത്തോഡീസ് നൽകുന്ന സാക്ഷ്യം ഇങ്ങനെയാണ്: നിക്കോളസിന്റെ പ്രബോധനം മൂലം മീറ അതിരൂപതയിൽ ആര്യൻ പാഷാണ്ഡത എന്ന മാരക വിഷം തീണ്ടിയില്ല. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, പാഷാണ്ഡതകൾക്കെതിരെ, വേദവിപരീതത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ് വിശുദ്ധിയിലേക്കുള്ളൊരു വഴി. ഞാനങ്ങനെ ഈ എറണാകുളത്തെ പാഷാണ്ഡതയ്ക്കെതിരെ, ചീസ്മയ്ക്കെതിരെ പ്രസംഗിച്ചപ്പോഴൊക്കെ അച്ഛന് വെറുപ്പാണ്, അച്ഛന് പകയാണ്, അച്ഛൻ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്. ഞാൻ വിശുദ്ധിയിലേക്കുള്ള വഴിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വിശുദ്ധരെ പഠിപ്പിച്ച പാത ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, പാഷാണ്ഡതകൾക്കെതിരെ, വേദവിപരീതങ്ങൾക്കെതിരെ, ശീഷ്മയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് വിശുദ്ധരാകാനുള്ള വഴികളിൽ ഒന്നാണ്. അങ്ങനെ നമുക്ക് വിശുദ്ധരാക്കാൻ കഴിയട്ടെ. അങ്ങനെ വിശുദ്ധ നിക്കോളാസ് എന്ന് പറയുന്ന ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കുട്ടികളുടെ വിശുദ്ധൻ്റെ തിരുനാൾ നമുക്ക് വിശുദ്ധിയിലേക്കുള്ള വഴിയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ട് മാറുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.